ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച രാവിലെയാണ് കേട്ടോ. സ്കൂളുള്ള ദിവസമാണ്, കൂടാണ്ട് കൃഷ്ണേട്ടന് പോകേണ്ട ദിവസം കൂടെയാണ് കേട്ടോ. അപ്പോൾ പൊന്നൂനെ സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിട്ട് വന്ന് ചായ അടുപ്പത്ത് വെച്ചു കേട്ടോ. കൃഷ്ണേട്ടൻ കുറച്ച് നേരത്തെ പോവും. 6:15 വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് കേട്ടോ. ട്രെയിനിലാണ് കൃഷ്ണേട്ടൻ തിരിച്ചു പോകാറ്. ഒലവക്കോട്ടിൽ നിന്നാണ് ട്രെയിന്, അപ്പോൾ നേരത്തെ ഇറങ്ങും. ഇനി മാവൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ചായ ഉണ്ടാക്കി കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. പൊന്നുവിൻ്റെ സ്കൂൾ ബസ് ഒരു 7:50 55 ആകുമ്പോൾ വരും കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് വേഗം ചായ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് മാവൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടി നിന്നതാട്ടോ. അപ്പോഴേക്കും ചായ തിളച്ച് പോകുന്നുണ്ടായിരുന്നു. അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാനിങ്ങനെയാണ് ചായ ഉണ്ടാക്കുക, എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കും കേട്ടോ. പാലും വെള്ളം ആദ്യം തിളപ്പിക്കാൻ വെക്കുക, എന്നിട്ടായിരിക്കും ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെയാണ് തിളപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്യാറ്. വേറെ ചിലരൊക്കെ ഞാൻ ആദ്യം പാല് തിളപ്പിച്ച് പിന്നെ ചായപ്പൊടി വെള്ളം തിളപ്പിച്ച് അങ്ങനെയൊക്കെ മിക്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ അതാ ചായയൊക്കെ ആയി, നല്ലപോലെ ഒന്ന് ആറ്റിയെടുത്ത് അത് കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഇതിനൊരു കപ്പ് ചായ കുടിച്ചിരുന്ന ആളാണ് കേട്ടോ. അതാണ് എൻ്റെ ഒരു അളവ് ഗ്ലാസ് എന്ന് പറയുന്നത്. എന്നാലും കപ്പിൽ തന്നെയാണ് കുടിക്കുന്നത്, പക്ഷേ അളവ് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗത്തോളമാണ് ഇപ്പോൾ അതിൽ കുടിക്കാറുള്ളൂ. എന്നാലും അത് കുടി നിർത്താൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അത് കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഒരു ദിവസം മുഴുവൻ എനിക്ക് തലവേദനയായിരിക്കും. അപ്പോൾ ഞാൻ ഇത്തിരിയെങ്കിൽ കുടിക്കാറുണ്ട്. പിന്നെ ഒരു ബിസ്ക്കറ്റും കൂടെ കഴിക്കുകയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റാണ്, തേങ്ങ ബിസ്ക്കറ്റ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായെങ്കിലും എൻ്റെ അച്ഛൻ എപ്പോഴും വരുമ്പോൾ എനിക്ക് ഈ തേങ്ങ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് തരും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഒരെണ്ണം കഴിച്ച് അങ്ങനെ പേപ്പറൊക്കെ വായിച്ച് കുറച്ച് നേരം ഇരുന്നു. ഒരുപാട് നേരമൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, പണി ഇവിടെ കിടക്കുമ്പോൾ. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ വന്ന് കഴുകുകയാണ് കേട്ടോ. എനിക്കങ്ങനെ പണിയിട്ടിട്ട് കുറേ നേരം ഇരിക്കാൻ എനിക്ക് തോന്നാറില്ല. പണികൾ വേഗം കഴിച്ച് വെക്കണം എന്നൊരു അങ്ങനെ ഒരു ശീലമായി പോയിട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ വേഗം പണികൾ തീർക്കുകയാണ്. പാത്രങ്ങളിങ്ങനെ സോപ്പിട്ട് കഴുകണതിൻ്റെ ഇടയിൽ മോതിരം അങ്ങോട്ട് അഴിഞ്ഞു പോയിട്ടോ. ഒരുപാട് ലൂസായിട്ടുണ്ട്. ഞാൻ തടി കുറഞ്ഞതാണോ അതോ മോതിരം തേഞ്ഞില്ലാണ്ടായതാണോ എന്നറിയില്ല. മോതിരം എപ്പോഴും ഇങ്ങനെ അഴിഞ്ഞു പോകാറുണ്ട് കേട്ടോ സോപ്പ് തട്ടുമ്പോൾ. അപ്പോൾ ഞാനത് എടുത്തിട്ട് അപ്പുറത്തെ വിരലിലേക്ക് ഇടുകയാണ് ചെയ്യാറ്. അങ്ങനെ പാത്രങ്ങളൊക്കെ ഓരോന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ. ഓരോരോ പാത്രങ്ങൾ അങ്ങനെ കഴുകി അപ്പം തന്നെ കമിഴ്ത്തി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് അതാത് സ്ഥാനത്ത് തന്നെ എടുത്ത് വെക്കണം. അതിന് മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ അടുക്കളയിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കമിഴ്ത്തി വെക്കും. വെള്ളം പോയി കഴിഞ്ഞാൽ അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് ഇനി അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. ഇന്നിപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട്. കൃഷ്ണേട്ടൻ ചോറും കൂടെ കൊണ്ടുപോകണമായിരുന്നു ഇന്ന്. ഉച്ചയ്ക്കുള്ള ചോറ് പൊതികെട്ടി കൊടുത്തു വിടുകയാണ് കേട്ടോ ചെയ്യുക. തൈര് സാദമാണ് കൊണ്ടുപോകാറ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കേടൊന്നും വരില്ലല്ലോ, കറിയൊക്കെ ഒഴിച്ചിട്ട് കൊണ്ടുപോകണേ. അതിനേക്കാളും നല്ലതല്ലേ പറഞ്ഞിട്ട് തൈര് സാദമാണ് കേട്ടോ എപ്പോഴും കൊണ്ടുപോകാറ്. അപ്പോൾ അതിലേക്ക് വെണ്ടക്ക ഫ്രൈയും പിന്നെ ബീൻസ് ഉപ്പേരിയും ഉണക്കമീനൊക്കെ ആക്കിയിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി ഗ്യാസൊക്കെ ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി ഞാൻ പോകുന്നത് മീനിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ മീൻ തൊട്ടിയുണ്ട്, കുറച്ച് മീനുകളുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പൊന്നൂന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് നായയെ വേണം, പൂച്ചയെ വേണം എന്നൊക്കെ എന്നും പറയും കേട്ടോ. പക്ഷേ അവളൊന്നും നോക്കുകയൊന്നുമില്ല, എന്നാലും അവൾക്ക് അതൊക്കെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ മീനിനെ വളർത്തുന്നുണ്ട്. ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗപ്പികളാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അധികം നിൽക്കാറില്ല കേട്ടോ. 2-3 മീൻ എപ്പോഴും ഉണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യം കുറച്ചധികം ഉണ്ട്. ഇവിടുത്തെ വെള്ളം അത്ര ശരിയല്ല, അതുകൊണ്ട് മീനുകൾക്കൊന്നും പറ്റാറില്ല കേട്ടോ. ഇപ്പോൾ അതിൽ ആമ്പൽ നല്ലപോലെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ വാടിപ്പോയതാണ്. അപ്പോൾ ഇപ്പോൾ തളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നീല ആമ്പലിൻ്റെയാണ്, നീല പൂവായിരിക്കും ഇതിൽ. നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ വിരിയുമെന്ന് വിചാരിക്കണു, വിരിയുമ്പോൾ കാണിക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്ത് വന്ന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. പിന്നെ മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൃഷ്ണേട്ടന് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ അതും കൂട്ടിയിട്ട് ദോശയും കഴിക്കുകയാണ് കേട്ടോ. ഒരു ദോശയാണ് കേട്ടോ ഞാൻ കഴിക്കാറുള്ളൂ. എന്താണെങ്കിലും ഒരെണ്ണം തന്നെ കഴിക്കുള്ളൂ. ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലൊക്കെ. ഇഡ്ഡലി ഒരുപാട് ചെറുതാണെങ്കിൽ 2 കഴിക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രൂട്ട്സും കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്നത്തെ ഇനി ബാക്കി പണി അടിച്ച് വാരലും തുടക്കലുമാണ് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.